യുഗോസ്ലാവിയൻ പട്ടാളത്തിലായിരുന്ന സെർബിയക്കാരനായ നിക്കോ ബെല്ലിക് ആണ് GTA 4 പ്രധാന നായകൻ. യുദ്ധത്തിന് ശേഷം ഈസ്റ്റേൺ യൂറോപ്പിൽ തന്റെ ബോസായ ബൾഗാറിനു വേണ്ടി മനുഷ്യക്കടത്തും ഡ്രഗ് ബിസിനസ്സും നടത്തിയിരുന്ന നിക്കോ ലിബർട്ടി സിറ്റിയിലേക്ക് വരുന്നു. തന്റെ കസിനായ റോമൻ ലിബർട്ടി സിറ്റിയിലാണ് ജീവിക്കുന്നത്. അമേരിക്കൻ സ്വപ്നങ്ങളിലെ പോലെ മദ്യവും മയക്കുമരുന്നും പെണ്ണുമായി കോടീശ്വരനായി ജീവിക്കുകയാണ് റോമൻ എന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. എന്നാൽ റോമനെ കണ്ടപ്പോഴാണ് നിക്കോയ്ക്ക് സത്യം മനസ്സിലായത്. ഒരു സാധാരണ ടാക്സി കമ്പനി നടത്തി ജീവിക്കുകയായിരുന്നു റോമൻ. നിക്കോയെ പോലത്തെ ഒരാളുടെ സഹായത്തോടു കൂടി അവർക്ക് പണക്കാരനാകാമെന്ന് റോമൻ പറയുന്നു. എന്നാൽ ലിബർട്ടി സിറ്റിയിലേക്ക് നിക്കോ വന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് അയാൾ പറയുന്നു. തന്റെ ബോസായ റേ ബൾഗാറിന് താൻ പൈസ കൊടുക്കാനുണ്ട് എന്ന് നിക്കോ പറയുന്നു. രണ്ടാമത്തെ കാരണം പറയുമ്പോഴേക്കും ഉറക്കം തൂങ്ങുന്ന ഒരു റോമനെയാണ് നിക്കോ കാണുന്നത്. പിന്നീട് നിക്കോ റോമന്റെ ടാക്സി ഡിപ്പോട്ടിൽ പോവുകയും റോമന്റെ ഗേൾഫ്രണ്ടായ മെലോറീനെ കാണുകയും ചെയ്യുന്നു. വ്ളാഡിമർ ഗ്ലെബോവ് അഥവാ വ്ളാഡ് എന്ന് വിളിക്കുന്ന ഒരാളിൽ നിന്നും റോമൻ പണം കടം വാങ്ങിയിട്ടുണ്ട്. ഈ അവസരം മുതലെടുത്ത് വ്ളാഡ് ടാക്സി ഡിപ്പോട്ടിൽ എപ്പോഴും വരികയും റോമന്റെ ഗേൾഫ്രണ്ടായ മെലോറിയോട് അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് നിക്കോയ്ക്ക് തീരെ ഇഷ്ടമായില്ല. നിക്കോ റോമന് വേണ്ടി സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. റോമൻ പണം കടം വാങ്ങിയ പലരിൽ നിന്നും അയാളെ നിക്കോ രക്ഷിക്കുന്നു. റോമന്റെ സുഹൃത്തായ ലിറ്റിൽ ജേക്കബിനും നിക്കോ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇതിനിടയിൽ മെലോറിയുടെ സുഹൃത്തായ മിഷേലിനെ നിക്കോ പരിചയപ്പെടുകയും അവർ തമ്മിൽ ഇഷ്ടത്തിലാകുകയും ചെയ്യുന്നു. റോമൻ വ്ളാഡിന് പണം കൊടുക്കാൻ ഉള്ളതുകൊണ്ട് തന്നെ വ്ളാഡിനെ സഹായിക്കാൻ നിക്കോ നിർബന്ധിതനാകുന്നു. വ്ളാഡിന് വേണ്ടി പല മിഷൻസും നിക്കോ ചെയ്യുന്നു. അപ്പോഴാണ് റോമൻ മനസ്സിലാക്കുന്നത് വ്ളാഡ് തന്റെ ഗേൾഫ്രണ്ടായ മെലോറിയുടെ വീട്ടിൽ പോയി ശല്യം ചെയ്യുന്നുണ്ട് എന്ന്. ഇത് കേട്ട് പ്രകോപിതനായ നിക്കോ വ്ളാഡിനെ പിന്തുടർന്ന് കൊല്ലുന്നു. You were the stupid one, Vladdy boy. Nobody fucks with my family. ഈ സ്ഥലത്തേക്ക് ഓടിയെത്തിയ റോമനോട് നിക്കോ താൻ ലിബർട്ടി സിറ്റിയിലേക്ക് വരാനുള്ള 2ാമത്തെ കാരണം വെളിപ്പെടുത്തുന്നു. നിക്കോ മിലിറ്ററിയിലായിരുന്നപ്പോൾ തന്റെ കൂട്ടത്തിലുള്ള ഒരാൾ അവരുടെ ഗ്രൂപ്പിനെ ചതിക്കുകയും ഇതുമൂലം 12 പേർ മരിക്കുകയും ചെയ്തു അത്രേ. കഴിഞ്ഞ 10 വർഷമായ ആ ചതിയനെ തേടി നടക്കുകയാണ് നിക്കോ. ഫ്ലോറിയൻ ക്രേവിക്, ഡാർക്കോ ബ്രേവിക് ഇവർ 2 പേരിൽ ഒരാളാണ് നിക്കോയെ ചതിച്ചതെന്നും അവർ ലിബർട്ടി സിറ്റിയിൽ എവിടെയോ ഉണ്ട് എന്നും നിക്കോ പറയുന്നു. ഇതിനുശേഷം റോമന്റെ സുഹൃത്തായ ബ്രൂസിനെ നിക്കോ പരിചയപ്പെടുന്നു. ലിറ്റിൽ ജേക്കബും ബ്രൂസിയും റോമനും നിക്കോയും നല്ല സുഹൃത്തുക്കളാകുന്നു. നിക്കോ കൊലപ്പെടുത്തിയ വ്ളാഡിന്റെ ബോസായ മിഖായേൽ ഫോസ്റ്റിൻ വ്ളാഡിന്റെ മരണത്തിൽ കുപിതനാകുന്നു. നിക്കോയെയും റോമനെയും അയാൾ കിഡ്നാപ്പ് ചെയ്യുന്നു. നിക്കോയെയും റോമനെയും കൊല്ലാതെ വിടണമെങ്കിൽ നിക്കോ തനിക്ക് കീഴിൽ വർക്ക് ചെയ്യണമെന്ന് മിഖായേൽ ഫോസ്റ്റിൻ പറയുന്നു. മിഖായേൽ ആകട്ടെ ആര് പറഞ്ഞാലും കേൾക്കാത്ത കൂട്ടത്തിലാണ്. അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഡിമിട്രി റാസ്കലോവ് പറഞ്ഞതുപോലും അയാൾ വിലവെക്കില്ല. മിഖായേലിന് വേണ്ടി നിക്കോ റഷ്യൻ ഗാങ്സ്റ്ററായ കെന്നി പെട്രോവിക്കിന്റെ മകൻ ലെന്നിയെ കൊല്ലുന്നു. പെട്രോവിക് പ്രതികാരത്തിനായി മിഖായേലിനെ കൊല്ലാൻ തീരുമാനിക്കുന്നു. പെട്രോവിക് ഡിമിട്രിയെ വിളിച്ച് മിഖായേലിനെ നിക്കോ കൊല്ലണമെന്നും അല്ലെങ്കിൽ എല്ലാവരെയും താൻ കൊന്നു തള്ളുമെന്നും പറയുന്നു. നിക്കോയ്ക്ക് ഇതിനുവേണ്ടി ഒരു വലിയ തുക തന്നെ പണമായി കൊടുക്കാൻ ഡിമിട്രി തീരുമാനിക്കുന്നു. അങ്ങനെ നിക്കോ മിഖായേൽ ഫോസ്റ്റിനെ കൊല്ലുന്നു. എന്നിട്ട് ലിറ്റിൽ ജേക്കബിന്റെ കൂടെ നിക്കോ ഡിമിട്രിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങാൻ പോകുന്നു. അപ്പോഴാണ് നിക്കോയുടെ മുമ്പത്തെ ബോസായ ബൾഗാറിന് വേണ്ടി നിക്കോയെ കൊല്ലാൻ ഡിമിട്രി സഹായിക്കുകയായിരുന്നു എന്ന് അയാൾ മനസ്സിലാക്കുന്നത്. മിഖായേലിനെ വധിച്ചാൽ ഡിമിട്രിക്ക് റഷ്യൻ മാഫിയയുടെ കൺട്രോൾ കിട്ടുമായിരുന്നു. ബൾഗാറിൻ നിക്കോയെ കൊല്ലാൻ നോക്കുമ്പോൾ ലിറ്റിൽ ജേക്കബ് നിക്കോയെ രക്ഷിക്കുന്നു. തുടർന്ന് അവർ അവിടുന്ന് രക്ഷപ്പെടുന്നു. പിന്നീട് നിക്കോ റോമനെ കാണുകയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഡിമിട്രി റോമന്റെ വീടും ടാക്സി ഡിപ്പോട്ടും കത്തിക്കുന്നു. തുടർന്ന് അവർ മാലോറിയുടെ കീഴിലുള്ള ഒരു ഫ്ലാറ്റിലേക്ക് താമസം മാറ്റുന്നു. മാലോറിയുടെ സുഹൃത്തുക്കളായ മാനിക്കും എലിസബറ്റയ്ക്കും വേണ്ടി നിക്കോ സഹായങ്ങൾ ചെയ്യുന്നു. എലിസബറ്റ നിക്കോനെ പാട്രിക്, ജോണി, പ്ലേബോയ് എക്സ് എന്നിവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എലിസബറ്റയ്ക്ക് വേണ്ടി കുറച്ച് കൊക്കയും കൈമാറാൻ നിക്കോ പോകുന്നു. അവിടെ വെച്ച് നിക്കോ മിഷേലിനെ കാണുന്നു. അപ്പോഴാണ് നിക്കോ അറിയുന്നത് മിഷേൽ ഒരു ഗവൺമെന്റ് സ്പൈ ആണെന്നും അവളുടെ യഥാർത്ഥ പേര് കേരൻ ആണെന്നും. ഗവൺമെന്റ് ഏജൻസിയായ യുണൈറ്റഡ് ലിബർട്ടി പേപ്പറിന് വേണ്ടി നിക്കോ ജോലി ചെയ്യണമെന്നും അതല്ലെങ്കിൽ നിക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നും കേരൻ പറയുന്നു. കേരനെ സഹായിച്ച നിക്കോയെ ചതിച്ച ആ 2 പേരെ കണ്ടുപിടിക്കാൻ സഹായിക്കാമെന്ന് അവൾ പറയുന്നു. നിക്കോ ഇതിന് സമ്മതിക്കുന്നു. ഇതിനിടയിലാണ് ഡിമിട്രിയുടെ ആളുകൾ റോമനെ കിഡ്നാപ്പ് ചെയ്യുന്നത്. നിക്കോ റോമനെ രക്ഷിക്കാൻ പോകുന്നു. ഡിമിട്രിയെ കൊല്ലാൻ പോകുന്ന നിക്കോയോട് റോമൻ ഡിമിട്രിയെ മറക്കുന്നതാണ് നല്ലത് എന്നും നിക്കോയെ ചതിച്ച ഫ്ലോറിയൻ ക്രേവിക്കിനെയും ഡാർക്കോ ബ്രേവിക്കിനെയും കണ്ടുപിടിക്കാമെന്നും പറയുന്നു. നിക്കോ ഇതിന് സമ്മതിക്കുന്നു. പ്ലേബോയ് എക്സ് നിക്കോനെ
ഡ്വേൻ എന്ന ആൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഡ്വേനു വേണ്ടി നിക്കോ പല സഹായങ്ങൾ ചെയ്യുന്നു. എന്നാൽ ഒരു ദിവസം പ്ലേബോയ് എക്സ് വിളിച്ച് ഡ്വേനെ കൊല്ലാൻ പറയുന്നു. അതേസമയം ഡ്വേൻ നിക്കോയെ വിളിച്ച് പ്ലേബോയ് എക്സിനെ കൊല്ലാൻ പറയുന്നു. ഇവിടെ നിക്കോ ആരെ കൊല്ലണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. എലിസബേറ്റ മുൻപ് പരിചയപ്പെടുത്തിയ പാട്രിക് ആയിട്ട് നിക്കോ സുഹൃത്താകുകയും പാട്രിക്കിന്റെ അനിയത്തിയായ കേറ്റിനെ പ്രണയിക്കുകയും ചെയ്യുന്നു. പാട്രിക് നിക്കോയ്ക്ക് റേ ബൊസീനോ എന്ന ആളെ പരിചയപ്പെടുത്തുന്നു. റേ നിക്കോയെ ചതിച്ച ഒരാളായ ഫ്ലോറിയനെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. എന്നാൽ ഫ്ലോറിയൻ നിക്കോയോട് അവരെ ചതിച്ചത് താനല്ല എന്നും ഡാർക്കോ ആണ് ചതിയനെന്നും പറയുന്നു. ഡാർക്കോയ്ക്ക് വേണ്ടി നിക്കോയുടെ തിരച്ചിൽ തുടരുന്നു. ഈ സമയമാണ് പെഗോറിനോ ഫാമിലിയിലെ ജിമ്മി പെഗോറിനെയോ നിക്കോ പരിചയപ്പെടുന്നത്. പെഗോറിനോ ഫാമിലിയെയും നിക്കോ പല അവസരങ്ങളിൽ സഹായിക്കുന്നു. അങ്ങനെ ഇരിക്കെ കേരൻ വിളിച്ചു പറയുന്നു ഡാർക്കോനെ കണ്ടുപിടിച്ചെന്ന്. നിക്കോ ഡാർക്കോന്റെ പക്കൽ ചെല്ലുന്നു. ഡാർക്കോ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്നും പണത്തിനായി 10 കൊല്ലം മുമ്പ് അവരെ ചതിച്ചതാണെന്നും പറയുന്നു. ഇവിടെ നമുക്ക് 2 ചോയ്സസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഡാർക്കോയെ കൊല്ലാം, അല്ലെങ്കിൽ വെറുതെ വിടാം. ഈ തീരുമാനത്തിന് ശേഷം നിക്കോയെ ജിമ്മി പെഗാറിനോ വിളിക്കുന്നു. ജിമ്മി പെഗാറിനോയ്ക്ക് ഡിമിട്രിയുമായി ഒരു ഡ്രഗ് ഡീൽ നടത്തണമെന്നും അതിന് നിക്കോ സഹായിക്കണമെന്നും പറയുന്നു. ഡിമിട്രി നിക്കോയുടെ ശത്രുവായതിനാൽ നിക്കോയ്ക്ക് ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്, ഡീലും റിവെഞ്ചും. ഈ 2 ഓപ്ഷൻസും ഗെയിമിന്റെ 2 വ്യത്യസ്ത എൻഡിങ്ങിലേക്കാണ് നയിക്കുന്നത്. ഡീൽ എന്ന ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിക്കോ ഡീൽ നടത്താൻ വേണ്ടി പോർട്ടിലേക്ക് പോകും. എന്നാൽ പ്രതികാരം മാത്രം മനസ്സിൽ വെച്ച് ഡീൽ കൂളാക്കാൻ വേണ്ടി ഡിമിട്രി അവർക്ക് നേരെ ഷൂട്ട് ചെയ്യും. പണവുമായി നിക്കോ രക്ഷപ്പെടും. ഇതിനുശേഷം റോമന്റെ വിവാഹം നടക്കുന്ന ചർച്ചിൽ നമുക്ക് നിക്കോനെ കാണാം. വിവാഹത്തിനിടയിൽ ഡിമിട്രിയുടെ ചാരൻ നിക്കോനെ കൊല്ലാൻ ശ്രമിക്കും. ഈ ഷൂട്ടൗട്ടിൽ റോമൻ മരിക്കും. തുടർന്ന് നിക്കോ ഡിമിട്രിയെ പിന്തുടരുകയും ഹാപ്പിനെസ് ഐലൻഡിൽ വെച്ച് അയാളെ കൊല്ലുകയും ചെയ്യും. ഇതിനുശേഷം മെലോറി വിളിച്ചു പറയും അവൾ പ്രഗ്നന്റ് ആണെന്നും റോമന്റെ കുഞ്ഞാണ് അത് എന്നും. അച്ഛനില്ലാത്ത കുഞ്ഞിനെ വളർത്താൻ താൻ സഹായിക്കാമെന്ന് നിക്കോ പറയുന്നതിലൂടെ കഥ അവസാനിക്കുന്നു.